എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. നമസ്കാരം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഭീമ സിനിമ ചിരിമയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്റെ മോനൊരു കെട്ടിലമ്മൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു 10 രൂപ സമയം മുറുക്കാൻ പായലിട്ടൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അല്ല അവനിക്കൊട്ടും വേണ്ട എങ്കിൽ ഈ തള്ളേന്നുള്ള വിളിക്ക് നിർത്തിയിട്ട് അവൻ അമ്മേന്നുള്ള വിളി കേട്ടിട്ട് അവന്റെ കണ്ണടഞ്ഞാൽ മതി എന്നുള്ള ആഗ്രഹക്കാരിയാണ് ഞാൻ. ചേച്ചി എന്താ പ്രശ്നം? എന്താ ഇവിടെ? ഞാൻ ജോലിക്ക് വന്നത്. ജോലിക്കോ? ആ. അപ്പൊ വീട്ടിലാരും ഒന്നും ഇല്ലേ? മക്കളും? വീട്ടില് 2 പെമ്മക്കളുണ്ടായിരുന്നു. 2നെ ഞാൻ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചങ്ങോട്ട് അയച്ചു. അത് നന്നായില്ലേ ചേച്ചി. നമ്മൾ 2 വീട്ടിലേക്കാണ് 2 പെൺമക്കളെയും കല്യാണം കഴിക്കേണ്ടത്. കാരണം ഒരു ബന്ധുബലം കൂടുമ്പം അതിനല്ലേ, ബന്ധുബലം കൂടാൻ വേണ്ടി നമ്മൾ എപ്പോഴും 2 വീട്ടിലേക്ക് വേണം കല്യാണം കഴിക്കാൻ. 2 കുടുംബം നശിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. തെറ്റായി പോയത്. അത് തെറ്റല്ല. അപ്പൊ ഭർത്താവ് ഒന്നും ഇല്ലേ? ഭർത്താവ് മരിച്ചു പോയിട്ട് കാലങ്ങൾ എത്രയായി. കഞ്ഞിക്ക് വെള്ളം കോരാനായിട്ട് കിണറ്റുംപക്കത്ത് പോയതാണ്. കിണറ്റിലോട്ട് വക്കറ്റിട്ട് വക്കറ്റ് വെള്ളത്തിൽ മുട്ടണേക്കും പുള്ളിക്കാരൻ അവിടെ തലകുത്തി വീണ് അവിടെ കിടന്ന് ചത്ത്. അച്ഛോ, അപ്പൊ ചേച്ചി എന്ത് ചെയ്തു? ഞാൻ പൈപ്പിൽ വെള്ളം എടുത്ത് അജ്ജി വെച്ച് കുടിച്ച്. അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യും? അല്ല ചേച്ചി ഇവിടെ ജോലിക്കാ വന്നെന്ന് പറഞ്ഞു. എന്ത് ജോലിയാണ് നോക്കുന്നത്? ആങ്കറിങ്. ആങ്കറിങ്. ആങ്കറിങ്ങോ? ആ, നീ നാളെ മറ്റന്നാൾ അങ്ങനെ കല്യാണം കഴിച്ചു പോകുമല്ലോ. അപ്പൊ ഞാൻ ആങ്കറിങ് ആയിട്ട് വന്നേക്കണത്. ചേച്ചി ആങ്കറിങ് എന്ന് പറയുമ്പോ അതും ചേച്ചി ചെയ്യാനോ? എന്താണ്, എനിക്ക് സൗന്ദര്യമില്ലേ, എനിക്ക് വായന നാക്കില്ലേ, എന്തായാലും വിദ്യാഭ്യാസം ഇല്ലേ, എനിക്കത് ചെയ്താലെന്താണ്? നീ എന്താണ് അങ്ങനെയൊക്കെ പറയണത്? അതല്ല ചേച്ചി, ആങ്കറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് സ്പോൺസർഷിപ്പ് നമ്മൾ മെൻഷൻ ചെയ്യണം. പിന്നെ നമ്മൾ ഗസ്റ്റ് ആരൊക്കെ പെൻഷനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. പെൻഷൻ അല്ല ചേച്ചി, നമ്മള് പറയാ മെൻഷൻ ചെയ്യാന്ന് പറയും. നമ്മൾ അതിനെ കുറിച്ച് പറയണം. അതൊക്കെ ഞാൻ പറഞ്ഞോളൂ. നീ കേക്ക് ഇങ്ങനെയല്ല കൈ ഓടിക്കേണ്ടത്. ഭീമ ചിരിമ സിനിമ സിനിമാര് അല്ല ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ആ, അത്രയൊക്കെ പറയണമെങ്കിൽ ഞാൻ പഠിച്ചിട്ട് വരണം. അപ്പൊ ചേച്ചി എന്തായാലും കുറച്ചു നേരം നിന്ന് പഠിക്കും. നമ്മളെ ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഈ പ്രോഗ്രാമിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളും കഥകളൊക്കെ പറയാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ആ ഗസ്റ്റിന്റെ ചാറ്റ് കണ്ടാലോ? ആ, കാണാ. അപ്പൊ ഞാനത് പോയി പഠിക്കാം. ആ ശരി, എന്നാല് ചാറ്റിലേക്ക്. വെള്ളം കിടന്ന് തിളച്ച് മറിയുവാട്ടാ. നമുക്ക് കുറച്ച് അരി കഴുകി വിട്ടാലോ? കുങ്കുമപ്പൂവേ പോകരുത്. ഞാൻ എന്റെ അകക്കണ്ണുകൊണ്ടാണ് കണ്ടത്. പുറത്ത് 2 കണ്ണുണ്ടല്ലോ, പിന്നെ ഈ അകക്കണ്ണ് കൊണ്ട് കാണുന്ന എന്തിനാ? ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ വന്നതിലൊരു കാരണമുണ്ട്, അതെന്താണെന്ന് പറയാം. നാരായണൻകുട്ടി, ഓ, വെൽക്കം ബാക്ക് ടു സിനിമ ചിരിമ. താങ്ക് യു സാർ. എന്തായി വീണ്ടും വന്നിരിക്കാനുള്ള കാരണമുണ്ടെന്ന് സാർ, പറഞ്ഞാൽ ഈ ചാനലിൽ എനിക്കൊരു വീക്ക്നെസ് ആണ്. ഒരു ചാനൽ വന്നിട്ട് ഞാൻ പോയി കഴിയുമ്പോൾ വീണ്ടും വരാനുള്ള ഒരു ആഗ്രഹം. അതുകൊണ്ട് വന്നതാ സാറേ. അതെന്താണ് അതിന്റെ കാരണം? അതിനൊരു കാരണമുണ്ട് സാറേ. 38 ദിവസം ഒരു ചാനല് ഞാൻ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാൻ ഒരു റിയാലിറ്റി ഷോ 38 ദിവസം അവിടെ താമസിച്ചു. രാത്രിയും പകലും അറിയാതെ, സമയമറിയാതെ, മൊബൈൽ ഉപയോഗിക്കാതെ, പേപ്പർ വായിക്കാതെ, TV കാണാതെ, എന്തിനധികം പറയണത് സാറേ, കൃത്യമായി ഭക്ഷണം പോലും കിട്ടാതെ 38 ദിവസം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടാണ്. ഞങ്ങൾ 16 പേരും സന്തോഷ് പണ്ഡിറ്റും അതിനകത്ത് സാറേ ഒരു ബാത്റൂം. ആ ഒരു ബാത്റൂമിൽ വേണം കുളിക്കണതും മറ്റേ ബാക്കി 1 2 3 4 5 ഒക്കെ ചെയ്യേണ്ട അതിനകത്ത് തന്നെയാണ്. അത് ഈ 16 പേരുണ്ട് സാർ. ഈ സന്തോഷ് പണ്ഡിറ്റ് 17 പേരും. ഈ 17 പേരും കൂടെ ആ ഒരു ബാത്റൂം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചു. ഒരാൾ പുറത്താവുമ്പോൾ ഒരു റൂം തുറക്കും. അതൊരു ബാത്റൂം ആവാം, ഒരു റൂം ആവാം, അല്ലെങ്കിൽ മറ്റ് കിച്ചൺ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ ഓരോരുത്തർ പോകുമ്പോൾ ഓരോ റൂം തുറന്നു. ആദ്യം പോയത് ബിന്ദുവരാപ്പുഴയാണ്. ബിന്ദുവരാപ്പുഴ പോയപ്പോൾ ഒരു ബാത്റൂം തുറന്നു കിട്ടി. ഒരു കക്കൂസ ഉണ്ടായിരുന്നു അതിനകത്ത്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇതെന്താ ജയിലിനെക്കാട്ടും കഷ്ടമാണ് സാറേ. ഭക്ഷണം കിട്ടാനൊക്കെ എന്ത് പാടാന്നറിയാം. നമ്മൾ ഓർഡർ കൊടുത്താൽ അവരുടെ സൗകര്യത്തിന് ഒരു കുറച്ച് റേഷൻ തരും. ആ റേഷൻ 4 ദിവസമൊക്കെ ഉണ്ടാവും. നമ്മളത് 7 ദിവസം കണക്കാക്കി കഴിച്ചോളണം.
അപ്പോൾ പാചകമൊക്കെ പാചകമൊക്കെ നമ്മൾ തന്നെ പാചകം ചെയ്ത് കൊടുക്കണം. അതിനുള്ള പാത്രങ്ങളുണ്ട്, എല്ലാത്തിനും പാത്രമില്ല, കുറച്ച് പാത്രങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഓക്കെ ഓക്കെ. എന്നാലും രസമായിരുന്നില്ല കുറേ സുന്ദരി എന്ത് രസം സാറേ. ഇവിടെ ഓരോ മൈക്ക് ഉണ്ടാവും എല്ലാവർക്കും, 30 ക്യാമറ ഉണ്ടാവും. എങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറ കാണും. അപ്പോൾ എങ്ങോട്ടെങ്കിലും തിരിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു? തിരികൊണ്ടൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു സാറേ. ഒരു നിവൃത്തിയില്ല, ഒരു നിവൃത്തി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ജയിലിനെക്കാട്ടും കഷ്ടമായിരുന്നു. ജയിലിലാണെങ്കിൽ പോലും നമ്മുടെ മറ്റേ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആൾക്കാരെ കാണും, ഇത് ആരെയും കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് വാർത്തകളൊക്കെ വായിക്കാൻ ഒന്നും വായിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ഒരാളെ 2 ദിവസം അകത്തേക്ക് ഇട്ട് തന്നു. അങ്ങേര് വന്നിട്ട് അത് ഒരു മഹാനാണ്, ഒരു പ്രശസ്തനാണ്. അങ്ങേര് വന്നിട്ട് നമ്മുടെ കേരളത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഒരു സമാധാനം കിട്ടി. അത് സമാധാനം കിട്ടി, ടെൻഷനായി പോയി. എന്താ ടെൻഷൻ? ഇങ്ങേര് പറഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാറിയിട്ട് ഇപ്പൊ രമേശ് ചെന്നിത്തലയായി, അറബിക്കടൽ കുറച്ചും കൂടി തള്ളിപ്പോയി, എന്റെ വീടിന്റെ മുകളിൽ കൂടി മറ്റേ മെട്രോ പോയി എന്നൊക്കെ പറഞ്ഞു, സുനാമി വന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു കളഞ്ഞു. ഇതൊക്കെ നുണയായിരുന്നു. വെറുതെ നുണ പറഞ്ഞ പാവത്തുങ്ങളെ എല്ലാത്തിനും പേടിപ്പിച്ച് വിഷമിപ്പിച്ച് കളഞ്ഞു. അത് മാത്രം 2 ദിവസം പിടിച്ചാൽ അങ്ങനെ അകത്തോട്ട് പോലീസ് പിടിച്ചല്ല, ഞങ്ങൾ പിടിച്ചകത്തിട്ട്, ഞങ്ങൾ പിടിച്ചകത്തിട്ട് കൊണ്ടിട്ട്. അപ്പൊ എന്തായാലും ആ 38 ദിവസം പ്രതീക്ഷിച്ചിട്ടാണ്. ഇവിടെ ഒരു 38 ദിവസം. എന്റെ പൊന്ന് സാറേ വേണ്ട, ഇപ്പോൾ തന്നെ ഞാൻ വേണമെങ്കിൽ കോളേജ് ആ ഒരു 38 ദിവസം സഹിക്കാൻ പറ്റാത്തൊരു 38 ദിവസമാണ്. ഓക്കെ. എന്തായാലും നാരായണൻകുട്ടി രണ്ടാമത് വന്ന സ്ഥിതിക്ക് നാരായണൻകുട്ടിയുടെ കൂടെ കലാഭവനിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ ഒരു പ്രശസ്തനായ ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ, നിങ്ങളുടെ കലാഭവൻ മിമിക്രി ട്രൂപ്പിൻ്റെ ലീഡറും ഒക്കെ ആയിരുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നുണ്ട്. ഇല്ല, കണ്ടാ പറയാമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും വിളിക്കാം. മിസ്റ്റർ ഷിയാസ്. ഇവനാണാ? എന്റെ അമ്മോ, ഇവൻ മറ്റവന്റെ സുഹൃത്തല്ലേ? ആര്? മറ്റേ റിയാലിറ്റി ഷോയിലുള്ള? അല്ല, റിയാലിറ്റി ഷോയിലൊന്നും അല്ല അവൻ. നമ്മുടെ കലാഭവൻ അനീഫയുടെ കൂടെയുള്ളവൻ. എന്നെക്കുറിച്ച് കഥയുണ്ടാക്കണവന്മാർ തന്നെയല്ലേ ഇവർക്ക് പണി, 2 പേർക്കും. ഇവനും അനീഫയും കൂടെയാണ് എന്നെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കാറുണ്ടോ? ഞാൻ കഥയുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. ഈ സിനിമ ചിരിമ എന്ന നമ്മുടെ പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അല്ല, നാണാൻകുട്ടി ചേട്ടനൊക്കെ കഥയുണ്ടാക്കിയിട്ട് ഇനി ഇദ്ദേഹത്തിൻ്റെ തല്ലു മേടിച്ചുകൊണ്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. സത്യമാണല്ലോ നീ പറഞ്ഞത്. അതെ, കറക്റ്റ്. നിന്റെ ഒരു പടം ഇപ്പൊ ഇറങ്ങിയല്ലോ, ആ പടത്തിന്റെ പേരെന്താണ്? റിലീസ് ചെയ്ത പടം ബാംഗ്ലൂർ ഡേയ്സ്. എടാ, അതിനകത്ത് എന്റെ വേഷം നീ തട്ടിയെടുക്കല്ലേ ചെയ്ത്? ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ പുതിയ പടമല്ലേ ഇപ്പൊ റിലീസ്? അതെ. അതിനകത്ത് എനിക്ക് കിട്ടേണ്ട വേഷം ഇവൻ തട്ടിയെടുത്ത്. ഇതെന്തി പറഞ്ഞത്? എന്റെ വേഷം നീ തട്ടിയെടുത്തല്ലേന്നു. ചേട്ടൻ്റെ വേഷം ഞാൻ തട്ടിയെടുക്കുന്നു? പിന്നെ എനിക്ക് അതിന്റെ ഡയറക്ടർ അഞ്ജലി മേനോനും പ്രൊഡ്യൂസർ അൻവർ ഷീദും വിളിച്ചിട്ടാണ് ഞാൻ ആ പടത്തിലേക്ക് പോയത്. ചുമ്മാ നുണ പറയില്ല, എന്റെ വേഷം ഇവൻ തട്ടിയെടുത്ത സാറേ. സത്യമാണോ? ഇല്ല, എന്റെ പൊന്നിക്ക് ഞാൻ തട്ടിയെടുത്തിട്ടില്ല, അവർ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ആ പടത്തില് നിന്റെ ക്യാരക്ടറുടെ പേരെന്താണ്? നാരായണൻകുട്ടി. നാരായണൻകുട്ടി ഞാനല്ലേ? നീ അല്ലല്ലോ? അല്ലല്ലോ. ശരി, ആ പാപ്പ വേഷം അഭിനയിക്കണേ ഞാനല്ലേ? ചേട്ടാ, നമുക്ക് ഒരു തീരുമാനത്തിലെത്താം. ചേട്ടൻ ഇനി അടുത്ത പടത്തിലൊരു വേഷം കിട്ടുമ്പോൾ ചേട്ടൻ്റെ ക്യാരക്ടറിന്റെ പേര് എന്റെ പേരായിട്ട് കിട്ടോ? എന്നിട്ട് വേണം എന്റെ ഉള്ള പേര് പോകാൻ. നിന്റെ പേര് എന്റെ പട്ടിക്കിടി ഞാൻ. എന്നിട്ട് ആ പട്ടി വന്ന് ചേട്ടൻ കടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടിച്ചു പറഞ്ഞത് കുറ്റം പറഞ്ഞു കൊടുക്കരുത്. എന്ന് വേണം. എന്റെ പട്ടിക്കിടാൻ പറ്റിയ പേരല്ലത്. എന്റെ പൊന്നെ, ഇവന്റെ പേരെങ്ങാനും എന്റെ പട്ടിക്കിട്ടാല് എന്റെ പട്ടി എന്നെ കടിച്ച് പണ്ടാടിക്ക് കളഞ്ഞാല്. ചേട്ടാ, ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഈ കാണുന്ന ഓഡിയൻസിലേക്ക് നമ്മൾ എന്തോ പ്രശ്നം ഉണ്ടെന്ന്. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഐറ്റം ഉണ്ടാക്കുന്നത്. അല്ലേ സിദ്ദീഖ് സാറേ? ഇല്ല, നമ്മളിങ്ങനെയല്ലേ ഐറ്റം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് കലാഭവനിൽ ഉണ്ടായിരുന്ന ഒരു 8 വർഷം ഇല്ലേ? 8 വർഷം ഞങ്ങൾ 2 പേരും ഒന്നിച്ച് കലാഭവനുണ്ടായിരുന്നു. ഒരുപാട് കോമഡി ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്കിറ്റ് ചെയ്യും, ഒരുപാട് ക്യാരക്ടർ ഇവൻ പ്രസന്റ് ചെയ്യും. ഷിയാസ് മൂവാറ്റുപുഴയിലാണ് അല്ലേ? മൂവാറ്റുപുഴയിലെ ഷിയാസും അബിയും കൂടിയാണ്. അബിയും ബഷീർ, നിങ്ങൾ 3 പേരും കൂടിയാണ് അന്ന് ട്രൂപ്പ് തുടങ്ങുന്നത്. മൂവാറ്റുപുഴ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലാഭവൻ്റെ പരിപാടി കണ്ടില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മൂവാറ്റുപുഴ നഗരസഭയുടെ 25ാമത് വാർഷികം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കാർണിവലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കൊച്ചിൻ കലാഭവൻ്റെ പ്രോഗ്രാമാണ് അവിടെ വെച്ചിരുന്നത്. ശങ്കർ ഗണേശൻ്റെ ഗാനമേള, കൊച്ചിൻ കലാഭവൻ്റെ പ്രോഗ്രാമൊക്കെ ആയിരുന്നു, മിമിക്സ് പരേഡ്. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് നിങ്ങളുടെ എല്ലാം പടം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോട്ടീസിൽ അടിച്ചു വന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ പേര് കണ്ടിട്ടാണ് ഓരോരുത്തരും ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അന്ന് പ്രസാദ് ചേട്ടനുണ്ട്. അന്ന് പ്രോഗ്രാം കാണാൻ വന്നിരുന്നു. പക്ഷേ അന്ന് സാമ്പത്തികമായിട്ടൊന്നും കയ്യിലില്ല. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ന്യൂട്രൽ കഴിഞ്ഞതെന്ന് വെച്ചിട്ട് കുറച്ച് വയറൊക്കെ സംഘടിപ്പിച്ചിട്ട് ഓഡിറ്റോറിയത്തിനകത്ത് കയറി ഒരു ബൾബ് ശരിയാക്കാണ്ട് ഒരു ട്യൂബ് ശരിയാക്കണം നമ്മൾ കയറി ചെന്നു. മനസ്സിലാക്കിയ ആൾക്കാരൊന്നും പുറത്തു നിന്ന് ബൾബ് ശരിയാക്കിയാൽ മതി, ഇങ്ങോട്ട് കയറണ്ടാന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. പിന്നെ ഞാനത് ആ പുൽത്തകടിയിൽ നിന്നിട്ട് നിങ്ങളുടെ മിമിക്രി വെടിക്കെട്ട് മുതലുള്ള എല്ലാം ഈ ശബ്ദരേഖ കേൾക്കുന്ന പോലെ
കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രത്യേക എന്തായാലും പറഞ്ഞത് വലിയൊരു ഷാരൂഖ് ഖാൻ വന്നിറങ്ങണ പോലെ തുല്യമാണ് നിങ്ങളൊക്കെ സ്റ്റേജിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ കാണുന്നത്. ഒന്ന് തൊടാനും ഒന്ന് ഷെയ്ക്കാനും ഒക്കെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ പ്രസാദ് ഏട്ടനും തുടങ്ങിയ ആ സമയമാണ് അത് ഭയങ്കരമാണ്. അന്ന് ആ കാലഘട്ടത്തിൽ ഒരു കാസറ്റ് ചുമ്മാ റിബൺ കാസറ്റ് കടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടയ്ക്ക് ചുറ്റും ജനങ്ങൾ കൂടി നിന്ന് കേൾക്കുന്ന സമയം ആ സമയം. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവരേക്ക് ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ചപ്പോഴത്തേക്കും അൻസാർക്കും പ്രസാദ് ഏട്ടനും അവർക്ക് തിരക്ക് ലാലേട്ടനൊക്കെ ഭയങ്കര തിരക്ക് എല്ലാവരും ചുറ്റും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കലാഭവൻ്റെ ബസ് ടർപ്പോളായിട്ട് നീളം കൂടിയ പണ്ടത്തെ ബസ്, അതിൽ സിദ്ദീഖൊക്കെ മാത്രം ഈ തിരക്കിന്ന് ഒഴിഞ്ഞ് എന്തോ ഒളിച്ചു കയറിയിരിക്കുന്ന പോലെ എന്നത് കയറിയിരുന്നു. ഞാനെപ്പോഴും തിരക്കുകളിൽ നിന്ന് മാറിക്കളയും, ഈ ആളുകൾ വരുന്ന ആൾക്കൂട്ടത്തിൽ നിന്നൊക്കെ മാറിക്കളയും. സ്റ്റേജ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ നേരെ പോയി ബസ്സിൽ കയറിയിരിക്കും. അപ്പോൾ എനിക്കതൊരു കച്ചിത്തുരുമ്പായി. ഞാൻ ചാടി കയറുന്നത് പരിചയപ്പെട്ടു. എൻ്റെ ഒരു ഷിയാസാണ്, ഇങ്ങനെ കുറച്ച് മിമിക്രിയൊക്കെ ചെയ്യും. അപ്പോൾ മിമിക്രി കണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ പരേഡ് കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആദ്യം ഒന്ന് വന്ന് പരിചയപ്പെടാമെന്നുള്ളതെന്ന് ഫ്രീ ആയിട്ട് കയറാറുന്നുള്ളതെന്ന് പറഞ്ഞു. പിന്നീട് വന്ന് കഴിഞ്ഞപ്പോൾ ആ കലാഭവനിൽ ഇപ്പോൾ നമ്മുടെ KS പ്രസാദ് മുഖേനയാണ് ഞാൻ കലാഭവനിൽ വരുന്നത്. ആ കലാഭവനിൽ വന്ന് 6-7 വർഷം 8 വർഷത്തോളം ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചു. അതിൽ 3.5 വർഷത്തോളം ഞാൻ ലീഡറായിട്ട് വന്നു. പിന്നെ ഈ വേദിയിൽ നിൽക്കാനുള്ള കാരണം കലാഭവനിലൂടെ വന്നതും ഇവയൊക്കെ പരിചയപ്പെടുത്തി ഇങ്ങനെ നിൽക്കുമെന്ന് തന്നെ എനിക്കൊരു നിശ്ചയമില്ലായിരുന്നു. ഇതൊരു ഭാഗ്യമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതെ, ഒരു കാലത്ത് കലാഭവന്റെ മ്യൂസിക് പരേഡ് കാണാൻ വേണ്ടി അല്ലെ ആഗ്രഹിച്ച് പുറത്ത് വെയിറ്റ് ചെയ്ത ആള് കലാഭവനിൽ വരികയും കലാഭവന്റെ ആർട്ടിസ്റ്റായിട്ട് വരികയും പിന്നെ മാനേജറാവുകയും ചെയ്തു. അതെ, അറിയപ്പെടുന്ന മിമിക്രി കലാകാരനായിട്ട് മാറുകയും ഒക്കെ ചെയ്തു. നിങ്ങൾ ആ കാലഘട്ടത്തിൽ കളിച്ച കലാഭവൻ്റെ ആ കാലഘട്ടത്തിൽ കളിച്ച ഐറ്റംസ് ഒക്കെ ഓർമ്മയുണ്ട്? ഇപ്പോൾ അതൊക്കെ പഴയതായിരിക്കും എങ്കിൽ പോലും നമ്മളുടെ ഇപ്പോഴത്തെ ആളുകൾ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പുതിയ തലമുറ അത് പലതും കണ്ടു കാണില്ല. അതെന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? നമുക്ക് ചിലതൊക്കെ ഓർമ്മയുണ്ട്, പരിപൂർണമായിട്ട് ഓർമ്മയില്ല. എന്നാലും 1-2 ഒക്കെ ഓർമ്മയിൽ കിട്ടും. സ്ഥിരം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നടന്മാരുടെ ശബ്ദം ആദ്യമായി ഞാൻ താരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ബാബു നമ്പൂരി സാറുണ്ട്. സത്യത്തിൽ വീരപ്പനെ പിടികൂടുവാനായി എന്നോട് പറഞ്ഞപ്പോഴേ എന്നെ കാരണത്തടിച്ചത് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ വീരപ്പനെ പിടികൂടുവാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ലെങ്കിൽ എൻ്റെ പേരപ്പനെ പിടിച്ചു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു സിനിമയുടെ വിചാരിച്ചാലും പേരപ്പനെയും പിടികൂടാം. എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ? പിന്നീട് അന്തരിച്ച അസീസ് സാറിൻ്റെ ശബ്ദം അനുകരിക്കുക. ആഹാ, പണിക്കര് സാറൊന്ന് ചുമ്മാകിരി തന്നെ. എവൻ്റെ കൂമ്പ് നോക്കിയല്ലേ ഞാനൊരു ചവിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. നീയൊക്കെങ്ങ് വലിയ വീട്ടിൽ കയറി കളിക്കും. ഇല്ലടെ എമ്പോക്കി എവിടെ തള്ളേനറിയും. എൻ്റെ പഴയ പച്ചുപടിക്കാരിയല്ലായിരുന്നോ? നീയാളങ്ങ് കൊഴുത്തു പോലോടി പെണ്ണെ. മുതലാളി, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റിൽമെൻറ്റ് ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. എൻ്റെ പ്രൊമോഷൻ്റെ കാര്യം ചിയേഴ്സ്. പിന്നെ അന്ന് നിങ്ങൾ ഒരുപാട് ഹ്യൂമർ സ്കിറ്റുകൾ ചെയ്യുമായിരുന്നു. അതിലെന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? പഴയതാണെങ്കിൽ പോലും അത് അങ്ങനെ തന്നെ ഒന്ന് അവതരിപ്പിക്കാൻ. ഞാനും നാടൻ കുടിച്ചേട്ടനും പ്രസാദേട്ടനെ കൂടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഓർമ്മയിലേക്കുന്ന 1-2 ഉണ്ട്, അത് ചെയ്യാം. ആദ്യമായി ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. ഈ സമയം ഒരു വഴിപോക്കൻ വന്ന് സമയം ചോദിക്കാൻ വരുന്നു. സമയത്രേ? സമയം എത്രേ? സമയം എത്രേ? കണ്ണട എടുത്തിട്ടില്ല, കണ്ണു കാണാൻ പറ്റൂല. തന്നോട് ചോദിച്ചു സമയം എത്രയായിരുന്നു? ഏടോ തന്നോട് ചോദിച്ചു. എന്ത് പണിയാണ് തനിക്ക് കാണിച്ചത്? അയാൾ സമയം ചോദിച്ചപ്പോൾ തനിക്കൊന്ന് സമയം പറഞ്ഞു കൊടുത്തൂടെ? ശരിക്കുന്ന എടോ, തന്നോട് ചോദിക്കുന്നത് ഒന്ന് പറഞ്ഞു കൊടുത്ത എന്താ? എടോ, താൻ പൊട്ടനാണോ?
തനിക്കൊന്ന് സമയം പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ? അത് പറഞ്ഞാ അവനൊരു മോന്തകരിക്കും. അയ്യോ, ഇത് നിങ്ങൾ അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇനിയും ഉണ്ടല്ലോ നിങ്ങളുടെ. ഇത് ഞാൻ വളരെ രസിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. സൈനുദ്ദീൻ കളിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് നാരായണൻകുട്ടി നിങ്ങളുടെ കൂടെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ മാറി മാറി കളിക്കാറുണ്ട്. സൈനുദ്ദീൻ പോയതിനു ശേഷമാണ് ഇത് നിങ്ങൾ കളിക്കാറ്. സൈനുദ്ദീൻ്റെ അതേപോലെ വേറൊരു ഐറ്റം ഉണ്ട്, ഒരു പിച്ചക്കാരൻ്റെ അല്ലേ? അതൊന്ന് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, അതൊക്കെ എപ്പോൾ കണ്ടാലും ചിരി വരുന്ന ഐറ്റം. അത് അദ്ദേഹം തന്നെ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് നിങ്ങളും ചെയ്തിട്ടുണ്ട്. സാറേ സാറേ എന്തെങ്കിലും എന്താ സാറേ? എന്തെങ്കിലും എന്താ സാറേ? വീടെവിടെ? ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി. അവിടെ നിന്ന് ഇവിടെ വരെ തെണ്ണാൻ വന്നിരിക്കുക. അല്ല, അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തിയാ സാറേ, എത്തിയാ സാറേ. അതാണ് എത്തിയാണല്ലേ? ദിവസം എത്ര രൂപ കളക്ഷൻ കിട്ടും? അതൊന്നും പറയാൻ പറ്റില്ല. അത് കിട്ടുന്ന പോലെയൊക്കെ ഇരിക്കും സാറേ. കിട്ടുന്ന പോലെയൊക്കെ ഇരിക്കും. സ്ഥലം വല്ലതും മേടിച്ചിട്ടുണ്ടോ? ഇല്ല, സ്ഥലം വേറെ ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. ആ വഴി കൂടി വന്നേ. പിന്നെ പേരെന്താന്ന് പറഞ്ഞേ? പിന്നെ ഗോവിന്ദൻ. ഗോവിന്ദൻ. കിട്ടിയില്ലേ? കിട്ടിയില്ല സാറേ. എന്താണ് കിട്ടിയത് തരാൻ? കിട്ടി. ഒന്ന് ചോദിക്കാൻ ചീപ്പ് ഇതും സൈനുദ്ദീൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് വരുന്നത് അല്ലേ? ഇതുപോലെ ഇനിയുണ്ട് അല്ലേ? സൈനുദ്ദീൻ്റെ ഒരുപാട് ചമ്മൽ സീനൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യാല്ലേ? സൈനൊക്കെ ചെയ്ത് ഒരാള് കാത്തിരിക്കുമ്പോൾ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ സംഭവം, അതൊക്കെ സൈനുദ്ദീൻ്റെ. അതെ, ഇത്തരം ഇങ്ങനെ കൊച്ചു 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 നുറുങ്ങുകളൊക്കെ സൈനുദ്ദീൻ്റെ ഐറ്റംസ് ആയിരുന്നു. പിന്നെ ഒരെണ്ണം ഏതാണ്? ഒരു വഴി ചോദിച്ചു വരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. വഴി ചോദിച്ചു വരുന്നത്. അപ്പോൾ വഴി ചോദിച്ചു വരുന്ന ഒരു വീട്ടിലേക്കാണ്, ഒരു കുടുംബത്തിലൊരു പ്രത്യേക തരത്തിലുള്ള ഫാമിലിയുടെ അടുത്താണ് വഴി ചോദിച്ചു വരുന്നത്. അതിപ്പോൾ അവതരിപ്പിക്കട്ടെ? അതൊന്നും ചേട്ടാ നമസ്കാരം. ചേട്ടാ, ഈ കോഴഞ്ചേരിക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരാമോ? കോഴഞ്ചേരിയില്ലേ, കോഴഞ്ചേരിക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരാമോ? കോഴിക്ക് 70 രൂപ. കോഴിയുടെ കാര്യമല്ലേ ചോദിച്ചു? കോഴഞ്ചേരിയില്ലേ? കോഴഞ്ചേരി എന്ന സ്ഥലം എത്ര കിലോമീറ്റർ ഉണ്ട്? എളുപ്പം പോകാനുള്ള വഴിയെന്ന് പറഞ്ഞു തരാമോ? ഏത് കോഴി എടുത്താലും 70 രൂപ. ചേട്ടാ, ഞാൻ പറഞ്ഞത് കോഴിയുടെ കാര്യമല്ല, കോഴഞ്ചേരി. പെടക്കണ കോഴി, പെടക്കോഴി, അതിന് 70 രൂപ. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. കോഴഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, കോഴഞ്ചേരി. എനിക്കറിയില്ല, ഞാൻ ഇവിടുത്തുകാരനല്ല. എനിക്ക് ആരും ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു തന്നാൽ മതി. എത്ര കിലോമീറ്റർ ഒന്ന് പറഞ്ഞു തരാമോ? കോഴഞ്ചേരി. ഓ, അത് തന്നെ. അത് 70 രൂപ തന്നെയാ. എൻ്റെ പുണ്യത്ത് ഞാനതല്ല ചോദിച്ചത്. എന്തിനാരും ചേട്ടൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക? കോഴിയല്ല, കോഴഞ്ചേരിക്ക് പൂവൻ കോഴി. വെടിവെച്ചാ പോകാന്ന് പറയും. എന്റെ പൊന്നിയേട്ട കോഴഞ്ചേരിക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കില്ലേ? അതെ, കുറയ്ക്കാനായിട്ട് ഒരു വഴിയില്ല. എന്തൊരു കഷ്ടമാണ്. ഇനിയിപ്പോൾ ആരടുത്ത് ചോദിച്ചൊന്നും മനസ്സിലാക്കുന്നു. ഇവിടെ നിൽക്ക്, ഞാൻ പോയി എൻ്റെ മകനെ പറഞ്ഞു വിടാം. ഓ, അല്ലയോ എന്താ പൊന്നെ, വെടിവെച്ചാ പോകാന്ന് പറയും. ഇതിനൊക്കെ എവിടെ നിന്ന് വരണുണ്ട് മാക്കറ്റ്. പൊന്നു ചേട്ടോ നമസ്കാരം. ഞാനിപ്പോൾ അച്ഛനടുത്ത് വഴി ചോദിച്ചിട്ടിരിക്കുമായിരുന്നു, കോഴഞ്ചേരിക്കുള്ള വഴി ചോദിക്കുമായിരുന്നു. പുള്ളി ചോദിക്കുന്നത് വിപരീത പറഞ്ഞു, കോഴിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നി പുള്ളിക്കാരൻ അങ്ങനെ ചെവി കേൾക്കില്ലെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ചേട്ടനൊന്ന് പറഞ്ഞു തരാമോ? എനിക്ക് കോഴഞ്ചേരിക്കുള്ള വഴി എന്ന് പറഞ്ഞു തന്നാൽ. എത്ര പറഞ്ഞാലും കോഴിയുടെ വില കുറയൂല. കോഴിയുടെ അല്ല, കോഴഞ്ചേരിക്കുള്ള വഴി. വളഞ്ഞ കോഴിയാണെങ്കിൽ ഒടിഞ്ഞ കോഴിയാണെങ്കിൽ 70 രൂപ. ചേട്ടാ, വഴി കോഴഞ്ചേരിക്കുള്ള വഴി എന്ന് പറഞ്ഞു തരാമോ? പെടക്കോഴി വില കുറയ്ക്കാനല്ലേ? അതൊന്നും നടക്കൂല മോനെ. 70 രൂപ. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ എൻ്റെ പെങ്ങളെ പറഞ്ഞു വിടാം. അയ്യോ, ഇത് എവിടെ നിന്ന്? വളരെ നന്നായി. ഒരു പെങ്കൊച്ചിനെ ചോദിക്കും, മനസ്സിലാക്കാമല്ലോ. പെങ്ങളെ നമസ്കാരം. പെങ്ങളെ, ഞാനിപ്പോൾ അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ്റെ അടുത്ത് ഞാൻ കോഴഞ്ചേരിക്കുള്ള വഴി ചോദിച്ചു. അവൾ കോഴിയുടെ കാര്യമൊക്കെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചെവി കേൾക്കില്ലെന്ന് തോന്നുന്നു. പിന്നെ ചേട്ടനെ കണ്ടു. ചേട്ടനെ ചോദിച്ചപ്പോൾ അതിന് വിപരീതമായിട്ടാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുള്ളിയും കോഴിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കെന്നാ അറിയോ, ഒരു അത്യാവശ്യം എനിക്ക് കോഴഞ്ചേരി വരെ ഒന്ന് പോകണം. ഈ കോഴഞ്ചേരിക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാം. ഇത് ഏത് റൂട്ടിൽ പോകണം എന്നുള്ളത് കാണിച്ചു തന്നാൽ മതി. അച്ഛനോട് ചോദിച്ചോ? അച്ഛനടുത്ത് ചോദിച്ചു. ചേട്ടനോട് ചോദിച്ചോ? ചേട്ടനടുത്തും ചോദിച്ചു. അവരും ഇത് തന്നെ പറയണത്. ചേട്ടനും അച്ഛനും ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്.
ഇതൊക്കെ ആ കാലത്തെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ഐറ്റംസ്. ഇതൊക്കെ സൈനുദ്ദീൻ്റെയാണ് അല്ലേ? സൈനുദ്ദീൻ്റെ ഓർമ്മകളാണ്. പിന്നെ ഉണ്ടല്ലോ ഒരു കൈയില്ലാത്ത രണ്ടുപേരുടെ ഒരു കൈയില്ലാത്ത ആളും രണ്ട് കൈയില്ലാത്ത ഒരാളും അത് ഒന്ന് അവതരിപ്പിക്കാം അല്ലേ? ശരി. ഇവനൊക്കെ ഏതടാ? ഒരു കൈ തന്നെ ഇല്ലാണ്ട് മനസ്സ് വിഷമിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇവിടെ നിൽക്കുന്നത്. ഒരു കൈ ഇല്ലാഞ്ഞിട്ട് എനിക്ക് വിഷമം. രണ്ട് കൈ ഇല്ലാത്തവൻ തുള്ളിച്ചാടി സന്തോഷിച്ചാണ്. എന്തൊരു ജന്മോടാപ്പാ. എടോ എടോ, ഒരു കൈ തന്നെ ഇല്ലാണ്ട് ഞാൻ വിഷമിച്ചാ ഇവിടെ നിൽക്കുന്നത്. രണ്ട് കൈയില്ലാത്തവൻ സന്തോഷിച്ച് തുള്ളിച്ചാടി നിൽക്കണം. എന്താണോ ഇതൊക്കെ? എടോ, തനിക്ക് ഒരു കൈയില്ലേ? ഒരു ഉറുമ്പിനെ തല്ലിക്കൊല്ല ഒരു കൈ തനിക്കില്ലേ? എൻ്റെ പറയാൻ പറ്റാത്തടുത്ത് ഉറുമ്പ് പിടിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തുള്ളി ചാടാതെ. ഈ ഐറ്റം ചെയ്തിരുന്നത് ദിലീപും ഷിയാസും കൂടിയാണ്. നാരായണൻകുട്ടിയുടെ ഇത് ദിലീപാണ് ചെയ്തത്. ഡയറക്ട് ചെയ്ത കാസറ്റാണ് ആണല്ലേ? കാസറ്റിന് വേണ്ടി ചെയ്തതാണ്. രണ്ടുപേരും ചെയ്തതാണ്. ഞാൻ കണ്ടിട്ടുണ്ടത്. അതാണ് ചില പഴയ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കും. ശരിക്കും ഇത് ദിലീപ് ചെയ്താണ് കാണേണ്ടത്. പക്ഷേ ഷിയാസ് വന്നപ്പോൾ ഞാനത് ഓർത്തതാണ്. ഇത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട് നമുക്ക്. അതുമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മടങ്ങി വരാം. അതിനു മുൻപ് നമ്മുടെ മായിലെ അംഗങ്ങളായ മിമിക്രി കലാകാരന്മാരുടെ ഒരു സ്കിറ്റ് റെഡി ആയിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു വരാം. ഏതൊരു പ്രണയത്തിനും സാക്ഷ്യം വഹിക്കാൻ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു പ്രണയത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ഈ കിണറാണ്. ഈ കിണറിനുമുണ്ടൊരു കഥ പറയാൻ, ഒരു പഴയകാല പ്രണയത്തിന്റെ കഥ. കുങ്കുമപ്പൂവേ കുഞ്ചു പുറാവേ, കുങ്കുമപ്പൂവേ കുഞ്ചു പുറാവേ, തങ്കമേ ഉണ്ണി കണ്ടതും ഇன்பം പൊങ്കുതു തന്നാലേ. പോക്കിരി രാജാ പോതുമേ താജാ, போக்கிரி ராஜா போதுமே தாஜ், உங்களக்கிட்டே ஜம்பமா வந்து வம்புகள் பண்ணாதே. നിർത്തുന്നുണ്ടോ ഈ കൊലച്ചെറി? എന്താണ് പെണ്ണെ? രാജേട്ടാ, നമ്മളിങ്ങനെ മരം ചുറ്റി പ്രേമിച്ച് നടന്നാൽ മതിയോ രാജേട്ടാ? നമുക്കൊരു സിനിമയ്ക്കൊക്കെ പോകണ്ടേ? എന്തു പറഞ്ഞാലും ഈ രാജേട്ടന് തമാശയാണ്. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? രാജേട്ടാ, രാജേട്ടൻ അറിയോ, എനിക്ക് കല്യാണാലോചനകൾ വന്നു തുടങ്ങി രാജേട്ടാ. ആരാണ് നിന്നെ കാണാൻ വന്നത്? മറ്റാരാണ്, എന്റെ മുറച്ചെറുക്കൻ ഗോപി. ഗോപി? ഇതെന്താണ് രാജേട്ടാ? ഇത് ടിക്കറ്റ്. അയ്യോ, ഈ സമയത്താണോ രാജേട്ടാ സിനിമയ്ക്ക് പോകുന്നത്? അയ്യോ പൊന്നെ, ഇത് സിനിമാ ടിക്കറ്റ് അല്ല, മദിരാശിയിലേക്ക് പോകാനുള്ള തീവണ്ടി ടിക്കറ്റാണ്. മദിരാശിയിലോ? അതേ ശാരദേ, രണ്ട് ശാദിയിൽപ്പെട്ട നമ്മുടെ പ്രണയം ഈ നാട്ടുകാരും അംഗീകരിക്കില്ല, പ്രത്യേകിച്ച് പ്രമാണിയായ നിന്റെ അച്ഛൻ. അതുകൊണ്ട് ഈ രാത്രി നമ്മൾ ഈ നശിച്ച നാട് വിടുന്നു. മദിരാശിയിൽ പോയി ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിക്കാം ശാരദേ, ജീവിക്കാം. ശാരദേ, ശാരദേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നാൽ ഇരട്ട് വീഴും രാജേട്ടാ. പുറത്തിരട്ട് വീഴുന്നതല്ല പേടി, നിന്റെ അപ്പൻ ഡിടിയും എന്റെ പുറത്തു വീഴും. ശരി രാജേട്ടാ, ഞാൻ പോയി വരാം രാജേട്ടാ. ശാരദേ, തുണിയൊക്കെ എടുക്കാൻ മറക്കല്ലേ. ഈ രാജേട്ടന്റെ ഒരു തമാശ, തുണി എടുക്കാതെ ഞാൻ വരുമോ രാജേട്ടാ? അപ്പോഴും തമാശ. ശാരദേ, ഞാൻ ഈ കിണറ്റിൻകരയിൽ കാത്തിരിക്കും, വരാതിരിക്കല്ല പൊന്നേ. ഈശ്വര, നേരമേറെയായിട്ടും ശാരദയെ കാണുന്നില്ലല്ലോ. ഇനി ചിലപ്പോൾ അത്താഴം കഴിച്ചിട്ട് വരാനായിരിക്കുമോ? കറി ശരിയായി കാണില്ലായിരിക്കും, കാത്തിരിക്കാം. കറി ശരിയാവുന്നതുവരെ തീവണ്ടി കാത്തിരിക്കുമോ ആവോ. രാജേട്ടാ, എല്ലാം നശിച്ചു രാജേട്ടാ, എല്ലാം നശിച്ചു. എന്തു പറ്റി ശാരദേ, എന്തു പറ്റി? എന്റെ മുറച്ചരക്കൻ ഗോപിയും അച്ഛന്റെ കിങ്കരന്മാരും എന്റെ പുറകെ ഉണ്ട് രാജേട്ടാ. ശാരദേ, നീ എന്തിനാണ് അവരെയും കൂട്ടി വന്നത്? എന്റെ അടുത്താകെ 2 ടിക്കറ്റ് അല്ലേ ഉള്ളൂ. അയ്യോ, എന്റെ മരമണ്ടൻ രാജേട്ടാ. ശാരദേ,
അവർ നമുക്കൊപ്പം മദ്രാശി പട്ടണം ചുറ്റിക്കാണാൻ വരുന്നവരല്ല. പിന്നെ എന്നെ പിടിക്കുവാൻ വരുന്നവരാണ് രാജേട്ടാ. അങ്ങനെയാണെങ്കിൽ പിടികൊടുക്കാതെ രക്ഷപ്പെടേണ്ടത് നിന്റെ ചുമതലയാണ് ശാരദേ, ചുമതലയാണ്. രാജേട്ടാ, അപ്പൊ നിങ്ങളോ? ഞാൻ എങ്ങനെയും ഓടി രക്ഷപ്പെടും. ഇല്ല രാജേട്ടാ, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ ആ ദുഷ്ടന്മാർ സമ്മതിക്കില്ല രാജേട്ടാ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ശാരദേ, എന്ത് ചെയ്യും? നമ്മൾക്ക് ഒരുമിച്ച് മരിക്കാം രാജേട്ടാ, മരിക്കാം. നിർത്തൂ ശാരദ, മരണം ഒന്നിനും ഒരു പരിഹാരമല്ല ശാരദേ, പരിഹാരമല്ല. വേണ്ട രാജേട്ടാ, നമ്മൾക്ക് ഒരുമിച്ച് മരിക്കാം. നമുക്ക് ജീവിക്കാം, മരിക്കാം, ജീവിക്കാം, മരിക്കാം, ജീവിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നാൽ അവർ എത്തും രാജേട്ടാ. അവർ എന്റെ പിന്നിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും ശാരദേ, എന്ത് ചെയ്യും? രാജേട്ടാ, നമ്മൾ ആദ്യമായി കണ്ടതും ഇഷ്ടപ്പെട്ടതും ഈ കിണറ്റിൻ കരയിൽ വെച്ചാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ കിണറ്റിൽ ചാടി മരിക്കാം രാജേട്ടാ, മരിക്കാം. കൂടി ആലോചിച്ചിട്ട് പോരേ ശാരദേ തീരുമാനം. ഭാർഗവ, അവൾ ഈ വഴിക്കാണ് ഓടിയത്. ദിവാകര, ഈ വഴിക്കല്ല ആ വഴിക്കാണ് അവൾ ഓടിയത്. ഭാർഗവ, ആ വഴി ഓടരുത്, അവിടെ മൂർഖൻ പാമ്പുണ്ട്. എന്നാൽ നമുക്ക് കിണറ്റിൻ കരയിൽ ഒന്ന് തപ്പി നോക്കിയാലോ? വരൂ ഭാർഗവ. അയ്യോ രാജേട്ടാ, അവർ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും ശാരദേ? മരിക്കാം, ജീവിക്കാം, മരിക്കാം, ജീവിക്കാം. ഇല്ല രാജേട്ടാ, ഇനി നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെന്ത് ചെയ്യും? നമുക്ക് കിണറ്റിലേക്ക് എടുത്തു ചാടി മരിക്കാം. മണ്ടൻ രാജേട്ടൻ, പണ്ടേ എടുത്തു ചട്ടക്കാരനായ രാജേട്ടൻ, ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ കിണറ്റിലേക്ക് എടുത്തു ചാടിയല്ലോ രാജേട്ടാ. ശിക്ഷവൾ കുടുംബത്തിന്റെ മാനം കളയാൻ നടക്കുന്നു. അയ്യോ അച്ഛന്റെ കിങ്കരന്മാരെ, എന്നെ വിടൂ. അതിന് ഞങ്ങൾ പിടിച്ചില്ലല്ലോ. ഈശ്വര, കയ്യിലിരുന്ന പൊന്നും കട്ടയാണല്ലോ കിണറ്റിലേക്ക് പോയത്. പൊന്നിൻ കട്ടയോ? എങ്കിൽ അത് എടുത്തിട്ട് തന്നെ കാര്യം. അങ്ങനെ ടൈമിങ് തെറ്റി മണ്ടനായ രാജനും ആർത്തിമൂത്ത് കാര്യത്തിന്റെ നിജസ്ഥിതി അറിയാതെ തിരുമണ്ടനായ ഭാർഗവനും കിണറ്റിലേക്ക് ചാടി. പഴമൊഴി വീണ്ടും ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. പൊന്നിനും പെണ്ണിനും വേണ്ടിയാണ് ആണുങ്ങൾ എന്നും എടുത്തിയാടിയിട്ടുള്ളത്. എന്നാൽ ഈ കിണർ ഇന്നും ഈ നാട്ടുകാർക്കൊരു പേടി സ്വപ്നമാണ്. കാരണം മണ്ടനായ രാജന്റെയും ഗുണ്ടയായ ഭാർഗവന്റെയും പ്രേതം ഇവിടെ ഉണ്ടെന്നാണ് ഇവരുടെയൊക്കെ വിശ്വാസം. അസാധ്യം. സമ്മതിക്കണം. അതെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ പോരാ. പോരാ, അത് തന്നെയാ ഞാൻ പറഞ്ഞേ. ഞാൻ തന്റെ പേരാണോ വിളിച്ചത് ശുംഭ? എന്താണാവോ? താൻ ഈയിടെയായിട്ട് ഏറി പറയുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ കഥകളി ഗംഭീരമായിരുന്നു അല്ലേ തിരുവേനി? ആ ചുട്ടി കുത്തിയുള്ള ആ ഒരു നിപ്പേ ആര് കണ്ടിട്ട്? ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു. പിന്നെ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട കഥകളി കാണാൻ പോയ എന്തിനാണാവോ? എടോ, ഞാൻ ഈ പോകുന്നത് കഥകളി കാണാനൊന്നും അല്ല. പിന്നെ ഈ കഥകളി അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോ അതിന്റെ മുന്നിലിരിക്കുന്ന ആട്ടവിളക്കുണ്ടല്ലോ, ഒരു 5-8 മണിക്കൂർ നിന്ന് കത്തുന്ന ആട്ടവിളക്ക്, അതങ്ങോട്ട് കെടുത്തി കഴിയുമ്പോ ഒരു കരുത്തിരി കത്തുന്ന ഒരു മണമുണ്ട്. ഞാൻ ആ മണം ആസ്വദിക്കാൻ വേണ്ടിട്ടല്ലേ ഈ പോണത്, അല്ലാതെ കഥകളി കാണാൻ ആരാ പോണത്? ഇപ്പോഴും അതിന്റെ ഗന്ധം എന്റെ മൂക്കിൽ നിന്ന് അങ്ങോട്ട് വിട്ടു പോയിട്ടില്ല. അപ്പോ സമ്മതിക്കണം. പിന്നെ നാളെ ഓമല്ലൂർ കാവില് കളിയുണ്ട്, നമുക്കത് കാണാൻ പോണം. അവിടെയും പോണോ? പിന്നെ 5 തിരിയിട്ട വിളക്ക അവിടെ കത്തിക്കണേ. എന്താ അതിന്റെ ഗന്ധം എന്നറിയാമോ? തിരുമേനിയെ, നോമില്ലാത്ത സമയത്ത് അടിയന്റെ കുടിയിൽ വന്നിരുന്നു അല്ലേ? അത് നമ്മളാ കണിയാൻ കുമാരനെ കാണാൻ പോയപ്പോ നീ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി അവിടെ ഒന്ന് കയറിയേ ഉള്ളൂ. ഇതാര് പറഞ്ഞു ഇതൊക്കെ? ചിരിതപ്പെണ്ണ് പറഞ്ഞതാ. പിന്നെ ചിരിതപ്പെണ്ണ് ഒരു വിഷമവും കൂടി പറഞ്ഞു. എന്താ അവളുടെ വിഷമം? അടിയന്റെ കുടിയിൽ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോയിന്ന്. നിനക്കിതെങ്ങനെ പറയാൻ തോന്നുന്നു കോര? ഈ ജാതിക്കാരനായ നിന്റെ കുടി കേറിയിട്ട് മേൽജാതിക്കാരനായ നാം ഒരു നമ്പൂതിരി വെള്ളം കുടിച്ചില്ല അത്രേ. വെള്ളം കുടിച്ചില്ല അത്രേ. എടോ അയിത്താവില്ലടോ ശുംഭ. എന്നിട്ട് അവൻ പറയാ വെള്ളം കുടിച്ചില്ല അത്രേ. വെള്ളം കുടിക്കുന്നതിന് മാത്രമേ അയിത്തുള്ളൂ. തിരുമേനിയുടെ വെള്ളമുണ്ട് അടിയന്റെ കുടിയിൽ കൊണ്ട് നൂരിയിട്ടതിൽ യാതൊരു അയിത്തവും ഇല്ല അല്ലേ? എന്നിട്ട് എവിടെയാമുണ്ട്? അത് ഇന്നലെ തന്നെ തമ്പുരാട്ടിയെ ഭദ്രമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ശിവനെ തകർത്തല്ലോ ഇവൻ. ഇന്നില്ലത്തേക്ക് ചെല്ലുമ്പോ പൊടി പൂരായിരിക്കുമല്ലോ. നമുക്ക് പരവശം കൊടുത്തിട്ടോ ഒരു രക്ഷയില്ലല്ലോ. ഇപ്പൊ ഇച്ചിരി വെള്ളം കുടിക്കാൻ എന്താ മാർഗം? അതിനല്ലേ ബണ്ടക്കാട്ടറി കിണർ ദേ കണ്ട. അത് ശരിയാണല്ലോ. കോരാ, എന്താ നിന്നെ വിളിച്ചതല്ല, നാമിന് ഇച്ചിരി വെള്ളം കുടിക്കാൻ വെള്ളം അങ്ങോട്ട് കോരാ. ആയിക്കോട്ടെ. അയ്യോ ചോര ചോര. എന്താ തമ്പ്രാ വിളിച്ചോ? നിന്നെ വിളിച്ചതല്ല, വെള്ളത്തിൽ അപ്പിടി ചോരാന്ന്.
എന്താണാവോ വെള്ളത്തിൽ ഇങ്ങനെ ചോര കലർന്നിരിക്കണ? നോക്കിയിട്ട് തന്നെ കാര്യം. എന്ത് ചെയ്യാൻ? കാലം കഴിയും തോറും നാട്ടുകാരുടെ പേടിയും പ്രേതങ്ങളുടെ എണ്ണവും കൂടിക്കൂടി വന്നു. കിട്ടിയ അവസരം പാഴാക്കാതെ രാത്രികാലങ്ങളിൽ രാജം പ്രേതവും ഭാർഗവം പ്രേതവും നമ്പൂതിരി പ്രേതവും ഒക്കെ അങ്ങ് വിലസി. ഒടുവിൽ ഇതിനൊരു അറുതി വരുത്തുവാൻ ദുർമന്ത്രവാദിയായ കാളിയാടൻ തന്നെ വരേണ്ടി വന്നു. കരുമ്പാണ്ടി കരുമ്പാണ്ടി കരുമ്പാണ്ടി. കാളിയാടന ആള് ജഗജില്ലിയാണ്ടാ. ഇത് കണ്ടല്ലോ ഒറ്റയടിക്ക് ആത്മാവിനെ വിളിച്ചു വരുത്തിയേക്കണത്. ഏതോ പാണ്ഡ്യാണെന്ന് തോന്നുന്നു. കേട്ടില്ലേ? കരിമ്പാണ്ടി എന്ന് വിളിച്ചത്. എടോ, ഇത് പാണ്ഡിയുടെ ആത്മാവൊന്നും അല്ല. പിന്നെ ഇതെന്റെ കൈയാള്, ശിഷ്യൻ. ശിഷ്യ, ആ കിണ്ടിയും പൂവും എടുത്തോ. ആയിക്കോട്ടെ. കിണറിന് ഭയങ്കര ആഴമുണ്ടിട്ടാ. അതിന് നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങി കുളിക്കാൻ വന്നേന്നും അല്ലല്ലോ. അത് ശരിയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങോട്ടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം. മണി എടുത്തിട്ടുണ്ടാ? അരളിപ്പൂ പറിച്ചു വെച്ചിട്ടുണ്ടാ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ട്. ഓ, ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കണോ? ഇപ്പൊ മിണ്ടിയാ കുറ്റം, മിണ്ടിയിലെ കുറ്റം. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറയാം, അത് ഞാനൊന്ന് നോക്കട്ടെ. ഇനി ഇവിടെ എന്ത് നോക്കാനാണ്? എടാ, നീയൊന്നും മിണ്ടാതിരിക്കി. ഇതത്തൊരു കഷ്ടമാണെന്ന് പറയാം. ഇപ്പൊ വീണ്ടും പറയണേ ഞാൻ മിണ്ടണ്ടാന്ന്. ഓ, എന്നെ കൊണ്ടൊന്ന് ചെയ്യിക്കുന്നത് നീ. ഇതങ്ങോട്ട് പിടിക്കാ. ഓം ഘോര ഘോര സ്വാഹ സാഹ അസ്ത്യസ്ത വരസ്ത യുവ സിംഹ അവ ഇറ 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 ഇറ. അതെ, ഇടറ ഇടറാന്ന് പറഞ്ഞോണ്ടിരുന്ന എന്റെ കയ്യിലുള്ളത് മുഴുവൻ ഞാൻ ഇട്ട്. ഇനി നിങ്ങളിട്. ഓയ്, ഞാൻ മന്ത്രം ചൊല്ലിയതാണ്. തെച്ചിപ്പൂ. എനിക്ക് തോന്നി തെറ്റിപ്പോയി. എടാ, തെറ്റിപ്പോയി എന്നല്ല, തെച്ചിപ്പൂതാ. വെള്ളം കിടന്ന് തിളച്ച് മറിയുവാട്ടാ. നമുക്ക് കുറച്ച് അരി കഴുകി ഇട്ടാലോ? എന്തിന്? ഊണും കഴിച്ചിട്ട് പോവാം. ഒരു പറ ചോറ് നിന്നണ പാണ്ടി. കലത്തില് വെള്ളം തിളക്കണ കാര്യമല്ലേ പറഞ്ഞത്? കിണറ്റിൽ കിടന്ന് വെള്ളം തിളക്കണ കണ്ടാ ആത്മാക്കളുടെ രോഷമാണത്. എവിടെ നോക്കട്ടെ? നോക്കിയേ. നാണം ഉണ്ടോ നോണ പറയാൻ? അതിനകത്ത് വെള്ളവും തിളച്ചു മറിയാനില്ല. അത് പിന്നെ ഞാൻ എന്റെ അകക്കണ്ണു കൊണ്ടാണ് കണ്ടത്. പുറത്ത് രണ്ട് കണ്ണുണ്ടല്ലോ, പിന്നെ ഈ അകക്കണ്ണു കൊണ്ട് കാണുന്ന എന്തിനാ? അതായി ആവശ്യമില്ലാത്തൊക്കെ കാണുന്നേ. നീ മിണ്ടരുത്. അയ്യോ 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 അയ്യോ. അതെ, മന്ത്രവാദി എന്തിനാണ് ആ പാവത്തിനെ ഇങ്ങനെ തല്ലിച്ചതക്കണത്? ഇതെന്റെ ഒരു ശൈലിയാണ്. ഏത്? ഈ പാവത്തിനായിട്ട് തല്ലിച്ചതക്കണ? ഇത് തല്ലിച്ചതക്കണല്ല. പിന്നെ സാധാരണ മന്ത്രവാദികളെ പോലെയല്ല ഞാൻ. സാധാരണ മന്ത്രവാദികൾ ആവാഹിക്കുന്നത് കുടത്തിലും കുപ്പിയിലും പ്രതിമയിലൊക്കെ. അതെ, ഞാൻ ഈ പ്രേതങ്ങൾ ആവാഹിക്കുന്നത് എന്റെ ശിഷ്യന്റെ ശരീരത്തിലേക്കാണ്. എന്നിട്ട് ഞാൻ ഇവനെ കൊണ്ട് നേരെ ഇല്ലത്തേക്ക് ഇല്ലും. അവിടെ വെച്ച് ഇവന്റെ ശരീരത്തിലെ സകല ബാധകളെ ചുരുട്ടി കൂട്ടിയെടുത്തിട്ട് അവിടെയുള്ള പാലമരത്തിൽ ഞാൻ ബന്ധിക്കും. ഇടയ്ക്ക് പുള്ളിക്ക് പേയും ഇളകാറുണ്ട്. ശാരദേ, രണ്ട് ടിക്കറ്റുമായി ഞാൻ എത്ര നേരമായി തീവണ്ടിയും കാത്തു നിൽക്കുന്നു. നീ എവിടെയാണ് ശാരദേ? എവിടെയാ ശാരദേ? ഇതാരാണ്? ഇതേ പണ്ട് കണ്ടി ചാടി ചത്തില്ലേ, ആ കാമുകൻ രാജനാണിത്. അപ്പ രാജന്റെ ആത്മാവ് എന്റെ ശിഷ്യന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കട്ട കിട്ടാതെ ഞാനിവിടെ നിന്ന് പോകില്ല ദിവാകര, ഞാനിവിടെ നിന്ന് പോകില്ല. ഇതാരാണ് വന്നേക്കണത്? അത് മന്ത്രവാദിക്ക് മനസ്സിലായില്ലേ? ഇല്ല. പൊന്നും കെട്ടക്ക് വേണ്ടി കിണറ്റി ചാടിയ ഗുണ്ടഭാർഗവൻ. അപ്പൊ ഇത് രണ്ടാമത്തെ ആളും കേറിയാ? എന്റെ തല്ലണത്. ക്ഷമിക്കണം, വടി കൈ കിട്ടി കഴിഞ്ഞാൽ ആളെ നോക്കാറില്ല ഞാൻ. നല്ല ഇടി കിട്ടുമ്പോ അത് മാറിക്കോളും. എന്നാ ഇച്ചിരി ഒന്ന് മാറിക്കേ.
നമ്മ ഇങ്ങനെയിട്ട് തള്ളണേ? നാം ആട്ടവിളക്കൊന്ന് ഊതിക്കെടുത്താലല്ലേ പറഞ്ഞുള്ളൂ. കാരണം കരിന്തിരികെത്തിയ മണം നമുക്ക് ഇഷ്ടാണ്, അതുകൊണ്ട് പറഞ്ഞതാ. കോരാ കോരാ. പിന്നെ തല്ലണോ? എന്തിനാ ഇങ്ങനെയിട്ട് തല്ലി ചതക്കണേന്ന്? താൻ പോരാ പോരാന്ന് പറഞ്ഞതാ. പോരാ പോരാന്നല്ല പറഞ്ഞത്, നോമിന്റെ കാര്യസ്ഥൻ കോരനെ വിളിച്ചതാ. കോരാ കോരാന്നാ ഞാൻ വിളിക്കണേ. അപ്പൊ കിണറ്റിലെ ബാധകൾ 3 പേരും എന്റെ ശിഷ്യന്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്. ഇല്ലത്തേക്ക് ഒരിത്തിരി ദൂരമുണ്ട്. അപ്പൊ ഇരുട്ടുന്നതിന് മുമ്പ് എനിക്ക് അങ്ങോട്ട് എത്തണമെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പുറപ്പെടണം. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഓ 3 പേര് നടക്കുക. അയ്യോ, മന്ത്രവാദിയുടെ കാഴ്ചശക്തി പോയാ, ഒരാളെ ഉള്ളു. ഓ, ബാധകൾ 3 പേരുടെ കാര്യം ഞാൻ പറഞ്ഞത്. നടക്ക അങ്ങോട്ട്. ശാരദയെ കാണാതെ ഞാനിവിടുന്ന് പോകില്ല. ശാരദേ, ശാരദേ. കോരം വരാതെ നാം എങ്ങനെയാ പോണേ? വെറ്റിലച്ചല്ല അവന്റെ കയ്യിലല്ലേ ഇരിക്കണേ. കോരാ കോരോ. ഒന്നും കട്ട കിട്ടാതെ ഞാനിവിടുന്ന് പോകില്ല ദിവാകര, ഞാനിവിടുന്ന് പോകില്ല. എടാ, നിന്നെയൊക്കെ വിളിച്ചു വരുത്താങ്കി ഇവിടുന്ന് കൊണ്ടുപോകാൻ എനിക്കറിയാം. രാജാ, ഞാൻ രാജനല്ല, ഞാൻ ഭാർഗവനാണ്. എന്നാ ഭാർഗവൻ നടക്ക്. ഞാൻ ഭാർഗവനല്ല, രാജനാണ്. അമ്മ രാജാ നടക്ക്. നോം തിരുമേനിയാണോ ശുംഭ? ഓ, എന്നെ പ്രാന്ത് പിടിപ്പിക്കാതെ 3 പേരും നടക്കണ്ട. തിരുമേനി ഇങ്ങനെ നിന്നാ മതിയാ, നമുക്ക് പോകണ്ടേ? നീ ആരാ? ഞാൻ കരിമ്പാണ്ടി. ഓ, തിരിച്ചെത്തിയാ. വന്നോ, നടക്കാം. ഓ, എന്തായാലും ഇതോടെ നമ്മുടെ നാട്ടിലെ പ്രേതശല്യം തീർന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു രാത്രി. ഓ, അങ്ങനെ കുറെ നാൾക്ക് ശേഷം നല്ലൊരു പടം കണ്ട് ചിരിച്ചിരിച്ചിരിച്ച് മനുഷ്യന്റെ പാട് വന്നുപോയി. ആര് കണ്ടതാണ് നീ പറയണത്? നീ അവിടെ കിടന്ന് ഭയങ്കര ഉറക്കായിരുന്നു. സൂപ്പർ പടായിരുന്നു. നല്ല കഥയിരുന്ന? നല്ല കഥയൊന്നുമല്ല, മുട്ടിന് ഇടിയായിരുന്നു. 8 ഇടിയുണ്ടായിരുന്നു, പിന്നെ 4 പാട്ടും, പിന്നെ വിലാസൊക്കെ. എന്നിട്ട് അവൻ പടം കണ്ടത്. നീ എവിടെ കിടന്നാണ് ചിരിച്ചത്? ഞാൻ വിളിച്ചപ്പോഴല്ല നീ എഴുന്നേറ്റത്. എടാ, സ്വപ്നത്തിൽ നല്ല ചിരിയില്ലായിരുന്നു ഞാൻ കിടന്നു. എടാ, ഇത് കുറെ നാൾ കൂടിയിട്ട് ഒരു പടത്തിന് വേണ്ടി സ്വപ്നം കാണാം. പിന്നെ നാളെ പടം മാറുമെന്നാ പറഞ്ഞേക്കണ. നമുക്ക് പോണേ സെക്കൻഡിന്. നീ വീട്ടിലേക്ക് പോയല്ലേ? അപ്പൊ നാളെ കാണാം. നാളെ കാണാടാ. ഹലോ, എന്താണ് വിളിച്ചത്? എന്നെ വിളിച്ചില്ല ഇപ്പൊ? ഞാനാ? ഞാൻ വീട്ടിലോട്ട് പോലെ. ഞാനിത് നിന്നെ വിളിക്കണത് നിനക്ക് തോന്നിയതായിരിക്കും. നീ ചെല്ലി. ഓക്കേടാ. ഓക്കെ. ഹലോ, പ്ലീസ് ഒന്ന് വന്നേ. എന്താടാ, എന്താ കാര്യം? എന്ത്? നീ ഇപ്പൊ എന്നെ വിളിച്ചില്ലേ? ഞാൻ ആരെയും വിളിച്ചൊന്നുമില്ല. വെറുതെ മനുഷ്യനെ വെറുതെ കളിയാക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. ഒരു കാര്യം പറയാനാണെന്നേ. എടതേ കിണറ്റീന്നാണ്. വാ, നമുക്ക് നോക്കാം. എടാ, പോകരുത്. എന്താടാ? കിണറ്റിനുള്ളിൽ പ്രേതോടാ. പ്രേതം പോടാന്ന്. പ്രേതത്തിനൊക്കെ മന്ത്രവാദം തളച്ചല്ലേ? ഒന്നുമില്ല, വാ. എടാ, തളച്ചെങ്കിൽ പിന്നെ കിണറ്റിന്ന് ഒച്ച കേക്കുവാടാ. എടാ, ഇത് ഉറപ്പായിട്ടും പ്രേതോടാ. ആണോ? എടാ, പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ കിണറ്റിനരികിലേക്ക് വിളിക്കും. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കഴുത്തിരിച്ച് കൊന്നുകളയൂടാ. അയ്യോ, കാളിയാട മന്ത്രവാദി, ഞങ്ങളെ രക്ഷിക്കണേ. എല്ലാരും ഒന്ന് മാറിക്കേ. മാറ് മാറ് മാറ്. എങ്ങോട്ട് പറയാനാണ്? അതിനുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ആവാഹിക്കണ്ടേ? ആവാഹിച്ച് ഇവിടുന്ന് ബാധേനെ കൊണ്ടുപോയതല്ലേ? ഇപ്പൊ വീണ്ടും ആ കിണറ്റി ബാധ വന്നേക്കാണ്. ഇതെങ്ങനെ ഉണ്ടായി? വീണ്ടും ബാധ വന്നാ? അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനെ വരാൻ ചാൻസ് ഇല്ലെന്നാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ. ഇന്നലെ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞു വന്നപ്പോ ഞങ്ങൾ രണ്ടുപേരും കണ്ട് പേടിച്ച ഈ പ്രേതത്തിനാ. അല്ല, അത് മറ്റൊരു ഒന്നും പറയണ്ട. മന്ത്രവാദിയാണ് കുന്ത്രവാദിയാണെന്നൊന്നും ഞാൻ നോക്കല്ല. ഇതിനൊരു പരിഹാരം ഇന്നുണ്ടാക്കണം. അനിയ, ഒരു അബദ്ധം പറ്റിയതാ. അതായത് അന്ന് ഞാൻ ഈ സാധനത്തിനും തളച്ച് ഇവിടുന്ന് കൊണ്ടുപോയില്ല. ബാക്കി ഞാൻ പറയാം. സന്ധ്യ കഴിഞ്ഞാൽ തിരുമേനിക്ക് കണ്ണു കാണൂല. അതെ, ശനി ഞായർ മാത്രം. പാലവരോന്നും പറഞ്ഞു കൊണ്ടുപോയി ആണി അടിച്ചത് പഞ്ഞി വരത്തില്. ആണി അപ്പുറത്തെ പറമ്പിൽ പോയി. പിന്നെ ബാധ നിൽക്കുവോ? അല്ല, പിന്നെ അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ തന്നെ സാധനത്തിന് നമുക്ക് ആവാഹിച്ചെടുക്കാം. ഓ, ആയിക്കോട്ടെ തിരുമേനി. കരിമ്പാണ്ടി. ഓ, ചൂരിലെടുത്തിട്ടില്ലേ? ഇല്ല, അതെപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഇതെന്തായാലും നന്നായി. സ്വന്തമായിട്ട് അടികൊള്ളാൻ ചൂരിലും കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. അല്ല, ഞാൻ അന്നിട്ട് പറയുമ്പോ നീ എന്തല്ലേ ഇപ്പോഴും ഇട്ടേക്കണത്? ഇത് മാറില്ലേ? അയ്യോ, ഇത് ബനിയനല്ല, ചൂരലിന്റെ അടികൊണ്ട തഴമ്പാണ്. കരിമ്പാണ്ടി. വന്ന് കേറാനാ പറഞ്ഞത്. ഇച്ചിരി വെള്ളം തായോ, ഇത് വെള്ളം തായോ. അയാള് വെള്ളം ചോദിക്കണം. ഇച്ചിരി വെള്ളം കൊടുക്കട്ടെ. വെള്ളം കൊടുത്തു പോരുത്. വെള്ളം കൊടുത്ത ബാധന ആവാഹിക്കാൻ പറ്റില്ല. ചൂരിൽ പിടിച്ചേ. ചൂരിൽ പിടിച്ച് അനിയാ പത്തലും കിടത്തെ. പത്തലും കിടക്ക്. അനി ഒരു മിനിറ്റ് ആവാഹിച്ചിട്ട് വരാം. തന്നെ ഞാൻ തല്ലും. വടി താഴ്ത്തിട്ട്
താൻ എന്തേ കിടന്ന് കാണിക്കണത്? ഈ കിണറ്റിനകത്ത് ദുർമേധസ്സായിട്ടുള്ള ഒരു ബാധയുണ്ട്. അതിനെ ആവാഹിച്ച് എന്റെ ശിഷ്യന്റെ ദേഹത്ത് കയറ്റു ഞാൻ. അത് ദുർമേധസം ബാധയൊന്നുമല്ല. ആ കിണറ്റിനുള്ളിൽ വീണത് ഞാനായിരുന്നു. അപ്പൊ താൻ ബാധയല്ലേ? ഞാൻ ബാധയൊന്നുമല്ല, അപ്പുറത്തെ ജംഗ്ഷനിലെ ദാതയാണ്. ഇന്നലെ ഒരു കൊട്ടേഷൻ പണിക്ക് വന്നതാണ്. ഇവിടുത്തെ നാട്ടുകാർ ഓടിച്ചിട്ടപ്പോ ഗത്യത്തിലില്ലാതെ കിണറ്റി ചാടി. ഈ കിണറ്റി ഞാൻ വിളിച്ചല്ല, എന്നൊന്ന് രക്ഷിക്കടാന്ന്. ഞാൻ കേട്ടില്ല. താനൊന്നും കേൾക്കൂല്ലോ, ഒരുത്തരും കേൾക്കൂല. ലാസ്റ്റ് ഞാൻ സ്വന്തമായിട്ട് നെഞ്ചിട്ട് വരച്ച് കേറി വന്നപ്പോ ഈ പാവപ്പെട്ടവനെ താനിട്ട് തല്ലണാണോ? വെറുതെ വന്നതാണ്. കരുമ്പാണ്ടി പാണ്ടി. എടോ താനിങ്ങനെ കിടന്ന് വിളിക്കണ്ട. കരുമ്പാണ്ടി ചത്തുപോയി. കരുമ്പാണ്ടി ചത്തുപോയത്? അയ്യോ, കരുമ്പാണ്ടി ഇല്ലാതെ ഞാനങ്ങനെ ബാധയാവാഹിക്കും. താനാവഹിക്കണ്ട, തന്നാവഹിക്കാൻ പുറത്തൊരു ടീം വന്ന് കാത്തിക്കണ്ട്. ചേടാ, കഴിഞ്ഞ ആഴ്ച അഡ്വാൻസ് മേടിച്ച ടീമാ. ഇനിയിപ്പൊ കരുമ്പാണ്ടി ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങളിൽ ആരെങ്കിലും കൂടെ വന്നാ നമുക്കൊരു ആവാഹനം നടത്താം. തന്റെ ആവാഹനമൊക്കെ ഇനി ജയിലിൽ പോയി നടത്തിയാ മതി. എന്ത് കാര്യത്തിന്? തന്നെ കൊണ്ടുപോകാൻ വന്ന ടീമേ SIയും പാർട്ടിയാ. എന്തിന്? എടോ ഈ പാവത്തിനെ പത്തല്ലടിച്ച് കൊന്നേനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. മന്ത്രങ്ങളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പഠിച്ചവനാണ് ഈ കാളിയാടൻ മന്ത്രവാദി. മന്ത്രവാദി. ഒരു പോലീസുകാരനും പട്ടാളക്കാരനും എന്നെ ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള വിദ്യ ഈ കാളിയാടൻ വശത്താക്കിയിട്ടുണ്ട്. എന്റെ അമ്മേ! അങ്ങനെ ബാധകളെ ഒഴിപ്പിക്കാൻ വന്ന കാളിയാടൻ ഇന്ന് ഈ നാടിന് ഒരു ഒഴിയാ ബാധയായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. നമ്മൾ ഒരു സ്കിറ്റ് കണ്ടു അല്ലേ? ഇപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ അവതരിപ്പിച്ചിരുന്ന കാലത്ത് കൊച്ചു സ്കിറ്റുകളായിരുന്നു. ഇത്രയും ലെങ്ത് ഉണ്ടാവില്ലായിരുന്നു അല്ലേ? ഡ്യൂറേഷൻ ഇത്രയും ഉണ്ടാവില്ല. വളരെ ചെറിയ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റിനുള്ളിൽ ക്ലൈമാക്സ് വരുന്ന വളരെ രസമുള്ള സ്കിറ്റ്. ഇന്ന് അതല്ല, ഇന്ന് വളരെ ഇലോബറേറ്റ് ആയിരിക്കുന്നു. സെറ്റ്, കോസ്റ്റ്യൂംസ് അല്ലേ, എല്ലാം വന്നിരിക്കുന്നു. മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ്, അതിനകത്തുള്ള കളിയാണ്. അത് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളത്. അത് ഷിയാസ് സ്കിറ്റ് മാത്രമല്ല, നല്ല ഗായനും കൂടിയിട്ടാണ്. ഒരു നല്ല പാട്ട് പാരഡിയായിട്ട് പാടുകയും ചെയ്യും, അത് സൗണ്ട് മാറ്റി പാടുകയും ചെയ്യും. ഓക്കെ. വി.ഡി. രാജപ്പന്റെ ശബ്ദത്തിലും ഒക്കെ പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. നമുക്ക് ഷിയാസിന്റെ ആ ഒരു പാരഡി ഒന്ന് കേൾക്കാം. തന്തപ്പടിയുടെ പൂരപ്പാട്ടുണ്ടേ, പാടിക്ക തന്നെ കൂഞ്ചിയൊടിഞ്ഞ് വീണ് കിടപ്പുണ്ടേ. തന്തപ്പടിയുടെ പൂരപ്പാട്ടുണ്ടേ, പാടിക്ക തന്നെ കുഞ്ചിയൊടിഞ്ഞ് വീണ് കിടപ്പുണ്ടേ. ഒരു കൈയിൽ ഒരു കുപ്പി ഒഴിഞ്ഞതുണ്ടേ, മറുകൈയിൽ ഉടുമുണ്ട് ഊരിഞ്ഞതുണ്ടേ. ചെളിക്കുണ്ടി കിടന്നിട്ട് വിരകണണ്ടേ. തന്തപ്പടിയുടെ നമ്മുടെ തന്തപ്പടിയുടെ പൂരപ്പാട്ടുണ്ടേ, പാടിക്ക തന്നെ കുഞ്ചിയൊടിഞ്ഞ് വീണ് കിടപ്പുണ്ടേ. എന്തായാലും സിനിമാ ചിരിമയുടെ വേദിയിലെത്തുകയും ഒരുപാട് പഴയ ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്ത നാരായണൻകുട്ടിക്കും ഷിയാസിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. തിരിച്ചങ്ങോട്ടും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ചേച്ചി, ഇതെന്താ എന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട്? നീ പോയാലും ഞാനല്ലേ ഇതൊക്കെ ഇട്ട് അവതരിപ്പിക്കേണ്ടത്. എന്റെ ദൈവമേ, ഇതൊക്കെ ഞങ്ങൾ തന്നെയല്ലേ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ഏതായാലും ഇതേപോലത്തെ അവതാരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഭീമ സിനിമ ചിരുമയിൽ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു.